പാലക്കാട്ടുകാരുടെ സ്വന്തം റാവുത്തർ ബിരിയാണി. ഒരുപാട് ദിവസം കൊണ്ട് ഓർക്കുവാണ് ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് ആ സമയം എത്തത്. എന്തായാലും ഞാൻ കുക്കറിലാണ് ട്രൈ ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജീരകശാല റൈസ് വേണം. ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അളന്നെടുക്കാം. എന്നിട്ട് ഒരു വലിയ പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് മാറ്റി വെക്കണേ. ഇനി കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് പേസ്റ്റ് ആക്കി വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന പോലെ ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി വെക്കാം, തുടങ്ങാം. ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഇൻസ്റ്റൻറ്റ് പോട്ട് ഇലക്ട്രിക് കുക്കറിലാണ് കേട്ടോ ഈ ബിരിയാണി വെക്കുന്നത്. നല്ല അടിപൊളി പ്രഷർ കുക്കറാണ്. ഞാൻ പുതിയത് മേടിച്ചതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ബിരിയാണി വെച്ച് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുക്കർ ചൂടായി വന്നപ്പോൾ ഇതിൽ തന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്കത് നോക്കി അവരുടെ കാറ്റലോഗ് അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ വെയ് ലീഫ് അതെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ സവോള അരിഞ്ഞാണ്. ഒരു വലിയ സവോള അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് കളർ മാറി വന്നതിന് ശേഷം പച്ചമുളക് ഒരു 3 കട്ട് ചെയ്തതും ആ ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഇനി തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ കഴുകി ഒന്ന് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഒരു പിടിയോളം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പൊടികളായിട്ട് മുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. അതാകുമ്പോൾ നല്ല കളറും കിട്ടും, അധികം എരിവും ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ മസാലയിലേക്ക് കുറച്ച് തൈരും ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ കഴുകി വെള്ളം കളഞ്ഞ് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചോണം, വെള്ളത്തോടു കൂടിയുള്ള ചിക്കൻ ഇടരുത്. വെള്ളം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ഞാൻ പറയാം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം, അത് മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടില്ലേ അതങ്ങിട്ട് കൊടുക്കണം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പം ഞാൻ ഒരു സാധനം മെയിനായിട്ടുള്ളൊരു ഐറ്റം ഇടാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഓർമ്മ കിട്ടി കാണും, നെയ്യ്. ഈ നെയ്യ് ഇടാൻ എന്ത് ബിരിയാണി അല്ലേ. ആദ്യം തന്നെ എണ്ണയുടെ കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഞാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തു. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ തിളച്ച വെള്ളം വേണം. അരി എടുത്ത ആ പാത്രത്തിന് 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ഇട്ട് കൊടുത്തത്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ, അത് കാണിക്കാൻ മറന്നുപോയി. പിന്നെ കുറച്ച് ഇലകളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ച് വെച്ച് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. സാധാ പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി. നമ്മുടെ ഇൻസ്റ്റൻറ്റ് പോട്ടിലാണെങ്കിൽ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റൈസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിട്ട് കൊടുത്താൽ ഒരു 12 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് സെറ്റായി കിട്ടും. അതിനുശേഷം എയർ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി, ഒന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല പെർഫെക്റ്റ് പാലക്കാടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മേടിച്ച ഈ ഇൻസ്റ്റൻറ്റ് പോട്ട് ഇലക്ട്രിക് പ്രഷർ കുക്കർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ കയറി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താലും മതിയേ. ഇനി നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുമ്പം കുറച്ച് ഇതുപോലത്തെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്താൽ കാണാനൊരു മൊഞ്ചൊക്കെ കിട്ടും കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കേ.